ആളെ ഇറക്കി കയറ്റണം. പാലത്തിന്റെ അപ്പുറത്ത് നിന്ന് കയറിയാൽ മതി. അതെന്നാ സാറേ? ആ, അതങ്ങനെയാ. ഇറങ്ങി ഇറങ്ങി. ഏത് പാലം അപകടത്തിലായാലും പൊളിക്കേണ്ടി വന്നാൽ പൊളിക്കണം. പണ്ട് നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പഞ്ചായത്ത് ആഫീസ് തന്നെ പൊളിച്ചു പണി. ഈ പൊളിച്ചു പണിയുടെ പിന്നിലെ ഭ്രാന്തൻ ബുദ്ധി ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാര്യയുടേതാണെന്ന് ഈ നാട്ടിലെ ജനങ്ങളുടെ പാട്ടാ. ഈ സഭയിലില്ലാത്ത മണ്ടോദരിയമ്മയുടെ പേര് ഈ ചർച്ചയിൽ വലിച്ചഴിക്കേണ്ട ആവശ്യമില്ല. പാലവും ഈ സഭയിലില്ലല്ലോ. പ്യാലവും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഈ യോഗം കഴിഞ്ഞിട്ട് അഷ്ടോക്കര പണിക്കർക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരു സ്വേച്ഛാധിപതിയെ പോലാണ് പ്രസിഡന്റ് ഇക്കാര്യത്തിൽ പെരുമാറിയത്. പ്രതിപക്ഷത്തോട് പോട്ടെ, സ്വന്തം മുന്നണിയിൽപ്പെട്ട അംഗങ്ങളോട് പോലും ആലോചിക്കാനുള്ള സാമാന്യ മര്യാദ കാണിച്ചില്ല. ഞങ്ങളോടൊക്കെ ആലോചിച്ചിട്ട് തന്നെയാ എന്ന് പറഞ്ഞ മെമ്പർ റാഹേലോടും ഭർത്താവിനോടും ആയിരിക്കും. സഭയിലില്ലാത്ത എന്റെ ഭർത്താവിനെ കുറിച്ച് സംസാരിക്കരുത്. ഞാനിവിടെ ഉണ്ട്. അവിടെ നിന്നാ മതി. പ്രതിപക്ഷ നേതാവ് വസ്തുതകൾ വളച്ചൊടിക്കുകയാണ്. പാലം അപകടത്തിലാണെന്ന് പറഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. അദ്ദേഹം ഒന്ന് പരിശോധിച്ച് തീരുമാനിച്ചിട്ടുള്ളതാണ്. അതെ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ മദ്യത്തിൽ കുളിപ്പിച്ച് പാലത്തെ കൊണ്ടുവന്ന കഥ ഇവിടെ അങ്ങാടിപ്പാട്ടാണ്. അയാളുടെ ഛർദ്ദലിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും പാലത്തിന്റെ ഇരുമ്പഴികളിൽ പറ്റി പിടിച്ചിരിപ്പുണ്ട്. അത് കഴിക്കാൻ ഉടനെ വേണ്ട ഏർപ്പാട് ചെയ്യും. ഈ പഞ്ചായത്ത് ചീഞ്ഞു നാറുകയാണ്. അധികാരത്തിന്റെ മത്ത് പിടിച്ച അന്ധനായ പ്രസിഡന്റ് ഈ നാടിനെ കുട്ടിച്ചോറാക്കും. ഞാൻ ഇദ്ദേഹത്തിന് രാജി ആവശ്യപ്പെടുന്നു. ഇതെന്താ വെള്ളരിക്കപ്പെടണോ? ഇയാൾ പറഞ്ഞോണ്ട് രാജിവെച്ച് ഇറങ്ങിപ്പോൻ. ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞങ്ങളകത്ത് കയറി വയസ്സിനെ പിടിച്ച് പുറത്താക്കും. ആവശ്യപ്പെടുന്നു. പാലത്തിന്റെ വിശദമായ ചർച്ച ഇനി ആവശ്യമില്ല. അജണ്ടയിലെ അടുത്ത ഇനത്തിലേക്ക് പ്രവേശിക്കാം. വിധവാ പെൻഷൻ. വിധവാ പെൻഷൻ. അവന്റെ അച്ഛയുടെ വിധവാ പെൻഷൻ. ഇരുന്നില്ലെങ്കിൽ നീ എന്തോ മൂത്താനാടാ. മെമ്പർ അന്തസ്സായിട്ട് സംസാരിക്കണം. പഞ്ചവടി രാഹേലിന്റെ അന്തസ് നാട്ടുകാർക്കൊക്കെ അറിയാം. അവനെ ചെരുപ്പൂരി അടിവാകാതെ എന്നാ അടിക്കാനിങ്ങി വാടാ. എന്റെ പെൻഷൻകാരെ എന്താ തീരുമാനിച്ച സാറേ? ഓണത്തിന് പുട്ടുകച്ചവടം തീരുമാനം അറിയിക്കാം. അങ്ങനെ പോവല്ലേ സാറേ? പൂതനെ നിന്റെ പെൻഷൻ കടലാസ് നോക്കിക്കൊണ്ടിരുന്നപ്പോഴായി ബഹളം അത്രയും ഉണ്ടായത്. നീ ഇപ്പൊ പോ, അടുത്ത മീറ്റിംഗിന് തീരുമാനമാക്കി തരാം. പഞ്ചായത്ത് മീറ്റിംഗ് കൂടുമ്പോ ചിലപ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ചെന്ന് വരും, വഴക്കിട്ടെന്ന് വരും. അത് ജനങ്ങൾക്ക് വേണ്ടിയാ. പഞ്ചായത്തല്ലാത്തപ്പോ നമ്മൾ സ്നേഹിതന്മാരാ. ലോകത്തൊരു ശക്തിക്കും അതിനെ എതിർക്കാൻ പറ്റത്തില്ല. ഇവിടത്തെ അദ്ദേഹവും ഇസഹാക്ക് തരകനും എല്ലാം എനിക്ക് ഒരുപോലെയാ. ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ എനിക്ക് വ്യത്യാസമില്ല. അതെനിക്കറിയാം, വിശാലമായ മനസ്സല്ലേ. പക്ഷേ ആ പാലത്തിന്റെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ അകന്നു കേട്ടപ്പോ പാലം പോകാൻ പറയുന്നത് എന്നാ പാലം? നാട്ടുകാർ ഉറക്കമായിരിക്കുമെന്ന് ഉറുപ്പ് ചേട്ടൻ ഇഷ്ടമുണ്ടായിട്ട് ആ പാലം പൊളിക്കുന്നത്. അതിന് നാട്ടുകാർക്ക് എന്നാ? അതെ, ഈ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ എവിടെയെല്ലാം കേറി ഇറങ്ങി. എത്ര പെട്രോളാ കളഞ്ഞത്. എല്ലാം സ്വന്തം കയ്യിലെ കാശാ കേട്ടോ. അല്ലേലും നാട്ടുകാര്യത്തിനായാലും രാഷ്ട്രീയത്തിനിറങ്ങിയാലും കൈനഷ്ടേ വരൂ. വാസ്തവം പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കാണാൻ പോകുമ്പോ ഇസഹാക്ക് തരകനെ കൂടി കൂട്ടണമെന്നായിരുന്നു പൊതുവായ നിശ്ചയം. പക്ഷേ കേട്ടാ പിള്ളച്ചേട്ടനും കൂടെ ഉണ്ടായിരുന്നേ. ഒരു നല്ല കാര്യത്തിന് വേണ്ടി 3 പേരായിട്ട് ഇറങ്ങരുതെന്ന് ഞാനാ ഉപദേശിച്ചത്. ഈ പുതിയ പാലമാണ് നമ്മുടെ സ്വപ്നം. അത് കിട്ടിയ ശേഷമേ നമ്മൾ ഉറങ്ങാവൂ. അതിനെന്താ പുതിയൊരു പാലം പണിത് അതും കുറിപ്പേറ്റം പൊളിച്ചെടുത്തോ. പക്ഷെ നമ്മളുണ്ടല്ലോ ഒന്നായിരിക്കണം. പഞ്ചായത്ത് യോഗത്തിൽ വലിയ ബഹളമായിരുന്നെന്ന ജനസംസാരം. അതെങ്ങനാ? പഞ്ചായത്ത് യോഗത്തിൽ ചിലപ്പോ വെള്ളം ഉണ്ടാവും, ചിലപ്പോ രക്തം ഒഴുകും. എല്ലാ വഴക്കും ജനത്തിന് വേണ്ടിയാ, നമുക്ക് വേണ്ടി അല്ല. ചേട്ടാ, യോഗം കഴിഞ്ഞ് വന്നാലേ മിനിറ്റ്സ് വായിക്കുന്ന പോലെയാ എല്ലാം എന്റെ അടുത്ത് വിശദീകരിച്ച് പറയുന്നത്.
എതിർക്കുന്നവരോട് പോലും എന്ത് ബഹുമാനവും സ്നേഹവും എന്നറിയാമോ? അത് ഞങ്ങൾക്ക് അറിയാം, അതുകൊണ്ടല്ലയോ ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാത്തത്. രാവിലെ കുറച്ച് ചോദിക്കട്ടെ? വേണ്ട, പൊതിഞ്ഞ് എന്നാ മതി, വീട്ടിൽ വേണ്ട വേണ്ട വേണ്ട, ഇനിയും കൊടുത്താൽ വീട്ടിൽ ചെല്ലുമ്പോ പഞ്ചായത്ത് യോഗം പോലെയാവും. എണീറ്റോളൂ, വീട്ടിലേക്ക് പോ. എനിക്ക് ബാറബാസിനെ പൊക്കണ്ട, ഇന്ന് ഇവിടെ കിടന്നോട്ടെ, നാളെ കാലത്ത് എടുത്തോണ്ട് പോകാം. സാറേ ക്ഷമിക്കണം, ഇടയ്ക്ക് വെച്ച് ടയർ പഞ്ചറായി പോയി, അതുകൊണ്ടാണ് നേരം വെളുത്തു പോയത്. എങ്ങനെങ്കിലും ഒന്ന് കടത്തിവിടാം. ആഴ്ച താഴെ ഇറക്ക. സാറേ ഇരട്ടിയുണ്ട് സാറേ. ലോഡ് ഇറക്കി പോടാ. സാറേ ഞാൻ പാലത്തിലേക്കല്ല, പാലത്തിന്റെ അടിയിലേക്കാ. അവിടെ എന്താ പരിപാടി? എന്റെ രാവിലത്തെ പ്രധാനപ്പെട്ട പരിപാടിയൊക്കെ അവിടെയാ. അപ്പൊ നീയാണ് ഈ പാലത്തിന്റെ അടി വെച്ച് വൃത്തിയിട്ടാക്കുന്നത് അല്ലേ? അതെ. ഓടാ, നിങ്ങളാണ് ഇവിടെ കണ്ടുപോയത്. ഓടാ. അല്ല സാറേ, ഓടാ. സാറേ, എന്തോ ഉണ്ട് വിശേഷം? പാലത്തേലെ ഡ്യൂട്ടി എല്ലാം സുഖമാണോ? വണ്ടിക്കാര് കുഴപ്പമൊന്നും ഉണ്ടാക്കാറില്ലല്ലോ? ഒരു കുഴപ്പമില്ല. ഒരു കാപ്പി എടുക്കട്ടെ? വേണ്ട വേണ്ട വേണ്ട, എനിക്ക് കാലത്തെ കാപ്പി കുടിക്കുന്ന പതിവില്ല. ഓഹോ, അപ്പൊ സാറേ, ഒരു പാല അപകടത്തിലായാല് അത് പൊളിച്ചു മാറ്റാൻ എത്ര കാലം എടുക്കും? 1 മാസം ആകാം, 6 മാസം ആകാം. ഭരണം മാറിയ പിന്നെയും വൈകും. പൊളിച്ചു കഴിഞ്ഞ് പുതിയ പാലത്തിന്റെ പണി എത്ര കാലം കൊണ്ടാ തീരെ? പറയാനൊക്കില്ല. അത് കോൺട്രാക്ട് എടുക്കുന്ന ആളുടെ ആയുസ് പോലെ ഇരിക്കും. ഓഹോ, കാപ്പി കാപ്പി കാപ്പി. ഏമാനെ, പാലത്തിൽ കൂടി നടക്കാമോ? ഇടിഞ്ഞു വീഴത്തൊന്നും ഇല്ലല്ലോ. നിന്നെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോടി. ഭാരം കയറ്റി പാലത്തിൽ കൂടി പോകരുതെന്ന നിയമം. പിന്നെ നീ ആയതുകൊണ്ട് പൊയ്ക്കോ. എടീ, നിന്റെ പേരെന്താ? പൂതന. എവിടെയാ താമസം? കവലയ്ക്കടുത്ത്. കാറിൽ തന്നെ അല്ലേ ചേട്ടാ നമ്മൾ തലസ്ഥാനത്തേക്ക് പോകുന്നത്? ഞങ്ങൾ കാറിലാണോ പോകുന്നത് മണ്ണോദരി? വേണ്ട, ബസ്സിൽ പോയാ മതി. കാറും കൊണ്ട് പോകുന്നൊക്കെ ചെലവാ. പിന്നെ എനിക്ക് യോഗാസനം പഠിക്കാൻ പോണം. ഇത്രയും ദിവസം കാറിൽ പോയിട്ട് ഇന്ന് നടന്നു പോയാ സ്വാമിക്ക് എന്തോ തോന്നും. ചേച്ചി പറഞ്ഞതിൽ കാര്യമുണ്ട്, അത് പ്രസ്റ്റീജാ. നമുക്ക് ബസ്സിൽ പോകാൻ ചേട്ടാ. അല്ല, പിള്ളച്ചേട്ടൻ എന്തിനാ പോകുന്നേ? അതൊക്കെ ഇരട്ടി ചെലവാന്ന്. ഞാൻ കൂടെ ഉണ്ടെങ്കിലേ ചേട്ടനൊരു വേണ്ട വേണ്ട വേണ്ട, പിള്ളച്ചേട്ടൻ ഇവിടെ നിന്നേ പറ്റൂ. ഒപ്പുശരണം നടത്തണ്ടേ? മന്ത്രി വരുമ്പോ മെമ്മറാണ്ടത്തിന് കൂടെ കൊടുക്കാൻ. അയ്യോ, ഞാൻ അക്കാര്യം ഒന്ന് മറന്നേ പോയി. എഴുന്നേറ്റ് എഴുന്നേറ്റ് വേഗം ഒരുങ്ങി ചെന്ന് പോകാൻ നോക്ക്. എനിക്ക് സ്വാമിയുടെ അടുത്ത് പോവാൻ നേരായി. ഞാൻ വരണ്ടായോ ചേട്ടാ? മണ്ണു വേണ്ട വേണ്ട, ചേട്ടൻ ഒറ്റയ്ക്ക് പോയാൽ മതി. ചേട്ടൻ ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോഴത്തേക്ക് ഞാൻ ഒരു യാത്രയപ്പ് കമ്മിറ്റി ഉണ്ടാക്കി ബസ് സ്റ്റാൻഡിലേക്ക് വരാം. ചേട്ടനെ യാത്ര അയച്ചതിന് ശേഷം ആ കമ്മിറ്റി പിരിച്ചുവിട്ട് ഒരു ഒപ്പ് കമ്മിറ്റി ഉണ്ടാക്കി ഒപ്പ് ശേഖരണം ആരംഭിക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഒരു 10,000 പേര് ഒപ്പിട്ട നിവേദന കടലാസ് ചേട്ടൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് റെഡിയാക്കി വെച്ചേക്കാം. എന്താ താത്ത? അത് നമ്മളെ ഡിപ്പാർട്ട്മെന്റ്. ചേട്ടനത് അഡ്വാൻസ് ആയിട്ട് മന്ത്രിയോട് പറഞ്ഞേക്കണം. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാ മതി. ചേട്ടാ, ബസ്സിൽ ഇടിയും തള്ളുമൊക്കെ കാണും, പോക്കറ്റൊക്കെ സൂക്ഷിച്ചോടെ. വീട്ടുകാരെ പോലും വിശ്വസിക്കാൻ വയ്യാത്ത കാലവാ. വീട്ടിലൊരു കണ്ണു വേണേ പിള്ളേ. അത് പിന്നെ പ്രത്യേകിച്ച് പറയണം. ബസ് ബസ് എടോ എടോ, തന്നെ ഞാൻ അന്വേഷിച്ച് നടക്കായിരുന്നു. കടമാഴ്ച രൂപ എവിടെ? എന്റെ മാതാവേ, തന്നെ ഞാൻ എടുത്തോളാം. എന്ത്
ഒന്നകത്തേക്ക് വലിച്ചിടും മുമ്പിനെ. ആ ഞമ്മക്കൊരു ഒപ്പ് വേണമല്ലോ. തരാമല്ലോ. ഇവിടെ ഇവിടെ ഇവിടെ. ഉം. 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 പാ, നമുക്ക് കൈ പൊള്ളിയല്ലോ. സലാം. അനാർക്കലി, വാപ്പാ, ആ കാക്കി ഉടുപ്പുകാരൻ ഇവിടെ എന്തിനാ വന്നത്? എന്തിനാ വന്നതെന്ന്? വാപ്പ പോയി കുറെ കഴിഞ്ഞപ്പോ ഇവിടെ വന്ന് വല്ലാതെ ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ഉം. അപ്പൊ ഞാൻ വെള്ളം കൊടുത്തു. പിന്നെ 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 വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോ ബാപ്പയ്ക്ക് വെച്ചിരുന്ന ചോറും കൊടുത്തു. അയാൾ എന്ത് ചോദിച്ചാലും നീ കൊടുക്കുവോ? പോലീസല്ലേ വാപ്പ, ചോദിക്കുന്ന കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അത് കീറി പോവോടോ? കീറില്ലെന്ന്. വല്ലതും 4 അക്ഷരം അറിയാവുന്ന വായിക്കിട്ടോ. ഞാൻ അവിടെ കഴിഞ്ഞിരിക്കെ. കൂട്ടുമുന്നണി മന്ത്രിസഭ രാജിവെച്ചു. ബദൽ മന്ത്രിസഭയ്ക്ക് സാധ്യത. മുന്നണിയിലെ 3 ഘടകകക്ഷികൾ മന്ത്രിസഭയ്ക്ക് നൽകി വന്നിരുന്ന പിന്തുണ ഓർക്കാപ്പുറത്ത് പിൻവലിച്ചതിനെ തുടർന്ന് 1-ാം വാർഷികം ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങളിൽ മുഴുകിയിരിക്കുകയായിരുന്ന മന്ത്രിസഭ ഇന്നലെ രാത്രി രാജിവെക്കേണ്ടി വന്നിരിക്കുന്നു. പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം 67ആയി വർദ്ധിപ്പിക്കാത്തതിലും സർക്കാർ ഉപേക്ഷിച്ച സീക്രട്ട് വാലി പദ്ധതി പതിച്ചു കൊടുക്കാത്തതിലും ഘടകകക്ഷി ചെയർമാന്റെ അനുജന്റെ സ്കൂളിന് തൊട്ടടുത്ത് അന്യജാതിക്കാരന് മറ്റൊരു സ്കൂൾ അനുവദിച്ചതിലും പ്രതിഷേധിച്ചാണ് 3 കക്ഷികളും പിന്മാറാനുള്ള തീരുമാനമെടുത്തത്. ഒരു ബദൽ മന്ത്രിസഭയ്ക്ക് രൂപം നൽകാൻ വേണ്ടി തലസ്ഥാനത്ത് തിരക്കിട്ട ചർച്ചകൾ പല കേന്ദ്രങ്ങളിലും കാറുകളിലും ബാറുകളിലും നടക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ രാഷ്ട്രീയ ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു. 3-4 ദിവസങ്ങൾക്കകം പുതിയ മന്ത്രിസഭയുണ്ടാകാൻ എല്ലാ സാധ്യതകളുമുണ്ട്. 2-3 ദിവസം സ്റ്റേറ്റ് കാറുകളെ പേടിക്കാതെ വഴിയേ പോകാം.